Superstar Junior. Co-presented by Nandanam Sanitarys. Superstar Junior. Superstar Junior. Let's welcome our judges. Vijay Cheta, Sujata Chechi, Stephen Cheta, And our celebrity guest. Manoj Etten. And let's welcome our star orchestra Puligal. Yes, welcome to the show. So, നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. സോ അഞ്ജലി, ആരാണ് നമ്മുടെ contestant? അതെ, first contestant and Benson. ആരാണത്? പേളൊക്കെ വെച്ച് ഫുള്ളി ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. Thank you. അപ്പൊ നമുക്ക് റൗണ്ട് നോക്കാം. Surrounds. ഏത് റൗണ്ട് ആവുള്ളൂ? ഇളയരാജ ഹിറ്റ്സ്. ഇളയരാജ hits. Superstar Junior. ഏത് സോങ് മോളെ? ഞാൻ ഉൻപാർവയില്ല എന്ന് പറഞ്ഞൊരു സോങ്. ഉൻപാർവയില്ല എന്ന് പറഞ്ഞൊരു സോങ്. ഒരു ഉൻപാർവയില്ല എന്ന് പറഞ്ഞ ഉൾപ്പാറയില്. അപ്പോ എന്താ പറയാ, കുറച്ച് മിഡിൽ ഏജ് സോങ് ആണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, തകർക്കൂ. All the best. ഓക്കെ, താങ്ക് യു. Superstar Junior.
எழுதுவேன் காற்றில் நானே நினவு முன்னே நினைக்கிறேன் நினவினாலே அழைக்கிறேன் பார்வையில் ஓராயிரம் கவிதை நான் எழுதுவேன் காற்றில் நானே. Thank you. ആൻകുട്ടി അതെ ആൻകുട്ടി ഇത് രസമായിരുന്നറിയോ പാട്ട് കേൾക്കാൻ. Thank you. ആൻഡ് ഒരു പ്രത്യേകത ഉണ്ട്. ആൻഡ് എന്ത് പാട്ട് പാടുമ്പോഴും ഇങ്ങനെ ഭയങ്കര കൂളായിട്ട് അതെ വലിയ ടെൻഷനും എഫേർട്ടും സ്ട്രെയിനും ഒന്നും ഇല്ലാതെ കൂളായി പാടുന്ന ഒരാളാണ്. നമുക്ക് എന്തായാലും ഭയങ്കര വലിയൊരു ഇളയരാജ ഫാൻ ഇവിടെ ഉണ്ട്. ഐ മീൻ ഓഫ് കോഴ്സ് എല്ലാവരും ഇളയരാജ ഫാൻസ് തന്നെയാണ്, പക്ഷെ എന്നാലും ഒരു വലിയ ഫാൻ. അപ്പം നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. മനോജ് ചേട്ടാ. ഇളയരാജ സാറിന് വലിയൊരു നമസ്കാരം. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏത് വേദിയിലെ പാടത്തില്ലേ, ലോകം മുഴുവൻ പാടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഇവിടെ വന്നിട്ട് മോള് ആ പാട്ടെടുത്തതിൽ ആദ്യം വലിയൊരു താങ്ക്സ് പറയാണ്. രാജാ സാറിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാനാണ്. അത്രയധികം ഇഷ്ടമാണ്. ആ പിന്നെ അസാധ്യം. അത് എനിക്ക് ഞാനും ഈ പാട്ട് ശരിയല്ലേ? എന്നോട് വെച്ചാൽ ഞാൻ പറയും ഞാനാണ്. ആ ഞാൻ ഏറ്റവും വലിയ ഫാനാണ്. അതിനെക്കാട്ടിലും വലിയ ഫാനാണെന്ന് ചോദിച്ചാൽ ഞാനായിരിക്കും നീ പറഞ്ഞു ഫാന് നമ്മൾ അടി കൂടണ്ട എന്തായാലും. ഫാൻസ് അസോസിയേഷൻ അടി വെക്കുമോ ഇപ്പോടെ? നമുക്ക് മൂന്നിനൊക്കെ ഒരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങാം. ചേച്ചി പറയും. മോള് നല്ല രസമാണ്. നല്ല ബാർബി ഡോളൊക്കെ ഒന്ന് പാടുന്ന പോലെ പിങ്ക് കളറിൽ നിന്നേ ഉള്ളു, പക്ഷെ നല്ല ബാർബി ഡോൾ ഒന്ന് പാടുന്ന നല്ല ക്യൂട്ടായിട്ട് പാടി. Thank you, sir. അത് അത്ര ഈസി പാട്ടൊന്നുമല്ല. എൻ്റെ ആ ചരണോ അനുപല്ലവിലൊക്കെ ഉള്ള പ്ലാൻസ് ഉണ്ടല്ലോ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഭയങ്കര കൊനസ്റ്റാണ്. അപ്പോൾ അത് മോള് അസലായിട്ട് പാടി. വിജയൊക്കെ അത് പറയായിരുന്നു. ഇതൊരു സ്വീറ്റ് സോങ് അല്ലേ, ഹൈലി റൊമാൻറ്റിക് സോങ്. ഇപ്പം എക്കാലത്തും വലിയ ഹിറ്റുകളിൽ നിന്നാണ് രാജാ സാറിൻ്റെ. ദാസേട്ടൻ്റെ അപാരമായ റെൻഡറിങ്, എന്തോ ഒരു സിംഗിങ് അപാരം. കൂടെ പാടിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ചിത്ര ചേച്ചി അല്ലേ, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നല്ലേ. തമിഴിൽ അവർ എത്ര 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 ഹിറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പാടാൻ മോൾ കാണിച്ച ഈ ഒരു താല്പര്യം, ഈ ഒരു ധൈര്യം ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നന്നായി പാടി കേട്ടോ മോൾ. ഇനി രാജാ സാറിൻ്റെ പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് പാടണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾവേസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. സ്റ്റീഫൻ ചേട്ടാ. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സിങ്കിലാണല്ലോ. ഒരാളിപ്പുറത്ത് സ്റ്റീഫൻ ചേട്ടാ, ഒരാളിപ്പുറത്ത് ഒരു വിജയ് ചേട്ടാ. ഓക്കെ വിജയ് ചേട്ടാ തുടങ്ങും. ഓ ആൻഡ് ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഇത് ഏകദേശം ഊഹിക്കാം എന്താണ്, ആരാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് എന്നാണ് ഒരു ഐഡിയ തന്നതെന്ന് ഇങ്ങനത്തെ ഒരു പാട്ട് പാടാൻ. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെ കോമ്പറ്റീഷനിൽ പാടുന്ന ഒരു പാട്ടല്ല. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. ഞങ്ങൾ സെലക്ട് ചെയ്ത് കൃഷ്ണനന്ദൻ സാർ. അതെ ഞാൻ പറഞ്ഞ അത് എനിക്കറിയാം. ഏകദേശം എന്താണ് ഏത് സൈഡിൽ നിന്ന് വന്ന് കാണും ആ ഒരു സജഷൻ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഞാൻ. ബട്ട് യാ ഐ മീൻ ഈ ഒരു സോങ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് എവിടേക്കോ പോയി പാട്ട് എന്താണ്, ജസ്റ്റ് ഗോ സംവെയർ ആൻഡ് ദെൻ കംസ് ബാക്ക് ടു യുനോ യാ. മോള് വളരെ ഭംഗിയായിട്ട് പാടി കേട്ടോ, വളരെ ക്യൂട്ടായിട്ട് പാടിയത്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഈസി സോങ് ടു സിങ്. അത് ഇൻഫാക്ട് അത് ചിത്ര ചേച്ചിയുടെ സോളോ ആയിട്ടും ഉണ്ട്, ഒരു കൈൻഡ് ഓഫ് ഒരു സാഡ് വേർഷൻ എന്നുള്ളതല്ല, പക്ഷെ എന്നാൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലത്തെ ഒരു ഇതുപോലെ അപ്പയുടെ വോയിസിലും വരുന്നുണ്ട് അത്. എനിവേ സോ വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, താങ്ക് യു ഫോർ ദിസ് സോങ്. താങ്ക് യു. താങ്ക് യു വിജയ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ആദ്യം നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് ഒരു ബിഗ് ആ ഫ്ലൂട്ട്, ആ സെക്കൻഡ് ബീജിയം ഫ്ലൂട്ട് അങ്ങോട്ട് കലക്കി കളഞ്ഞു. സാധനം ഇട്ടങ്ങ് വായിച്ചു. ഒരു ടേക്ക് ഓഫ് ഉണ്ടായിരുന്നു റിപ്പീറ്റില്ല. അയ്യോ എന്ത് രസമായിരുന്നു. സീനുവിന്റെ ഒരു ഹാർമോണിയം വായനയും അതും ഭയങ്കരമായിരുന്നു, അത് ഭയങ്കര സംഭവമായിരുന്നു. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. മോൾ അസലായി പാടി. ആക്ച്വലി മോൾ ഇവിടെ പാടിയതിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു. ഇനി നന്നാവാം. മോളുടെ 2-3 കറക്ഷൻ എനിക്ക് പറയാനുള്ള. മോളുടെ വാക്കുകൾ കുറച്ചും കൂടെ സ്ഫുടതയായിട്ട് ഇനി പറയാൻ പഠിക്കണം. വളരെ ലൂസായിട്ട് മോൾ പാടണേ. അത് കൊച്ചുകുട്ടി ആയതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മോളുടെ സെയിം മോളെക്കാട്ടും ഇളയതാണ് ശ്രീനന്ദ്. കുറച്ചും കൂടെ വാക്കുകൾ നല്ലതാണ്. അത് കുറച്ചും കൂടെ എടുത്ത് പറയണം. ഇങ്ങനെയാണ് മോള് പാടുന്നത്. ടോട്ടലി ഇവിടെ വെച്ചാൽ പാടണേ. അത് കുറച്ചും കൂടെ അമ്മയെടുത്ത് പറഞ്ഞ് അമ്മയ്ക്ക് മനസ്സിലാവും പറഞ്ഞു എങ്ങനെയാ പറഞ്ഞു തരണ്ടേന്ന്. എന്താ മൂക്കടപ്പുണ്ടോ? അതുകൊണ്ടാണോ? പക്ഷെ മൂക്കടപ്പൊന്നും അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടൊന്നും അല്ല. മോൾക്ക് എല്ലാ പാട്ടുകൾക്കും എനിക്ക് തോന്നാറുണ്ട് കുറച്ചും കൂടെ ശരിക്കും അങ്ങനെ വാക്കുകൾ സ്ഫുടതയായിട്ട് പറയാൻ. മോൾക്ക് ഇനിയും വലിയ പാട്ടുകാരിയാവണ്ടേ, അതിനുള്ള അടുത്ത സ്റ്റെപ്പ്. അത്രേ ഉള്ളൂ. ഈ പാട്ട്
ഇവിടെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് ഒരു 3 നിമിഷം ഇത്ര ഒരു സുഖം തന്നതിന് താങ്ക്സ്. ബിജു ചേട്ടന് ഭയങ്കര ഈ പാട്ട് കേട്ടപ്പോൾ ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടിരിക്കും. അവന് വിജയ് പാടണം. ചേട്ടൻ ഈ പാട്ട് കേട്ടതാണ് സ്റ്റീലായിട്ടിരിക്കുക. പ്ലീസ് പ്ലീസ് പ്ലീസ്. അച്ഛന്റെ മകന്റെ നാൾ തന്നെ ഒരു 4 എന്റെ വോയിസ് ഇവിടെ കുറച്ച് തരുമോ? ഭയങ്കര ആഗ്രഹം കൊണ്ട് പറയണം. Please. 4 പാട്ട് പ്ലീസ്. ചേച്ചിയും കൂടെ. We are all waiting. We are all waiting. പാട് വിജയ്. അതെ. அசைத்து இசைத்தது வளைக்கரம்தான், இசைந்து இசைத்தது புது ஸ்வரம்தான், சிரித்து சிரிப்பொளி சிலம்பொளிதான், கழுத்தில் இருப்பது வலம்புரிதான், இருக்கும் வரைக்கும் எடுத்து கொடுக்கும், இருக்கும் வரைக்கும் எடுத்து கொடுக்கும், மனதை மயிலிடம் இழந்தேனே, மயங்கி தினம் தினம் வழிந்தேனே, மறந்து இருந்து பறந்து தினம் மகிழ உன் பார்வையில் 1000 கவிதை நான் எழுதுவேன் காற்றில் நானே, உன் பார்வையில் 1000 கவிதை நான் எழுதுவேன் காற்றில் நானே, கவிதை என்னும் எழுதலாம் நினைவினாலே அணைக்கிறேன், உன் பார்வையில் 1000 கவிதை நான் எழுதுவேன் காற்றில் நானே. Wow. Thank you so much. Thank you. Thank you, Awesome. Another magical moment in the Superstar Junior. Thank you so much. Wow, അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. Yes. വിജുവും Moment. വിജയനും മനോജേട്ടനും കൂടെ അത് പാടിയപ്പോൾ താങ്ക് യു സോ മച്ച്. എന്നാലും വിജയൻ അത് ഞാൻ തിരുത്തി. നീ കേട്ടില്ലേ ഞാനത് പറഞ്ഞിട്ട്? കാരണം കൊണ്ട് ജയൻ സിനിമകളിൽ ജയന്റെ പേരാ മിക്കവാറും വിജയൻ അല്ലേ? വിജയൻ ഇവിടെ ഏകദേശം ആ ഒരു ട്രാക്കിലാണ് അത് ഇട്ടിരിക്കുന്നത്. ആൻ ബെൻസൺ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ. ആൻ ബെൻസന്റെ അമ്മ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. എനിക്ക് ചേച്ചി പറഞ്ഞ കുറച്ച് അഡ്വൈസിൽ എനിക്കൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഡൈനാമിക്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഭയങ്കര വടിമാരി വരുന്നുണ്ട് ചില നേരത്ത്. അവിടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും കുറച്ചൊരു പുഷ് വോയിസിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു അതിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവും മോളെ. ഇപ്പോൾ ചില ഇന്നിങ്ങനെ വോളിയം ലെവൽ ശരിക്കും ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് വോളിയം ലെവൽ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ തൊണ്ടയുടെ ഒരു ട്രിക്കാണത്. അത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അന്നൊക്കെ പെട്ടെന്ന് ചെയ്ത് പഠിക്കാൻ പറ്റും അതൊക്കെ. പിന്നെ അല്ല ചെറിയ പ്രായമല്ല അതിൽ ഇതാണ് മാക്സിമം ആണ്. ഇതൊന്ന് ട്രൈ ചെയ്താൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അല്ലാത്ത പക്ഷം എല്ലാം നന്നായി നല്ല ഇറ്റ് വാസ് എ സ്വീറ്റ് ട്രീറ്റ് ആക്ച്വലി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നെയും പറയാതിരിക്കാൻ വയ്യ ദ ഗ്രേറ്റ് ലെജൻഡ് ഇളയരാജ സർ ഫോർ ക്രിയേറ്റിംഗ് ദറ്റ് മാജിക്. ഒരു മാജിക് തന്നെയാണ് അത്. പാടി ദാസേട്ടനും ചിത്ര ചേച്ചിയും പാടി ആൻ അമേസിങ് ഓർക്കസ്ട്രേഷൻ എല്ലാം നല്ല ഇറ്റ്സ് എ വെരി ഗുഡ് ട്രീറ്റ്. അത് സിനിമയിൽ എങ്ങനെ വന്നു വിഷ്വലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാധാരണ അങ്ങനെയാണ് നന്നായി വന്നിട്ടുണ്ടാവും. രാജാ സാറിൻ്റെ മിക്ക പടങ്ങളും വിജയകാന്ത് സാറും വിജയകാന്തും രാധയും. ഓക്കെ. ആൻഡ് അതിങ്ങനെ രാധ ആക്ച്വലി പാട്ട് കൈൻഡ് ഓഫ് വിജയകാന്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ അങ്ങനെ എന്താണ്. എന്നിട്ട് പിന്നെ സ്റ്റീവ് ആക്ച്വലി രാജാ സാറിന്റെ പാട്ടുകൾ വിഷ്വലൈസേഷൻ ആവശ്യമില്ല, നമുക്ക് കേട്ടാ മതി. എനിവേ താങ്ക് യു ആൻ ബെൻസൺ ആൻഡ് താങ്ക് യു വിജയ് ആൻഡ് മനോജേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇനി മാർക്സ് കേൾക്കാം. ഓക്കെ, സോ യെസ് നമുക്ക് എന്നാ പിന്നെ ആദ്യം മനോജ് ചേട്ടൻ ആൻഡ് സ്റ്റീഫൻ ചേട്ടൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ, താങ്ക് യു മനോജ് ചേട്ടാ. വിജയ് ചേട്ടാ 7.5. സുജാത ചേച്ചി 8. അപ്പോൾ മോളെ ടോട്ടൽ സ്കോർ 23.5. നല്ല സ്കോർ ആണല്ലേ മോളു അല്ലേ? അപ്പോൾ കുറെ നല്ല പാട്ടായിട്ട് ഇനിയും വരണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പരിപ്പുവട പക്കുവ
ആകെ പരിപ്പുഴ അത്രയുള്ള മോൻ നല്ല പക്ക വട പോലെ പാടി. ഓടി ഓടി വന്നോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ, ഓടി ഓടി വന്നോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ. എന്താ പറയാനൊന്നുമില്ല, ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഒരു പവർ ഹൗസ് പെർഫോമൻസ് ആയിരുന്നു. മനസ്സിലിടം പിടിച്ച ഇലക്ഷനില ജയിച്ച ഊരു സന മൂക്കില വിരല വെക്കൂ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. And let's welcome our next contestant, Srinand. ശ്രീനന്ദ്. എന്താ നടത്തം? അല്ല ശ്രീനന്ദിനോട് ആദ്യം തരാം. നമസ്കാരം. അതെ, നമസ്കാരം. ആ ശ്രീനന്ദ് ശ്രീനന്ദും ഇവിടെ ഉണ്ട്. മോനേക്കാൾ വേന്ദ്രനായ അനിയനോട് വന്നിട്ടില്ലേ? അനിയനുണ്ട് അവിടെ. ഓ അവിടെ ഉണ്ട്. ഹലോ Shades ഒക്കെ വെച്ചാ നമസ്കാരം. ഓ ഇന്ന് ഹലോ മൂഡിലല്ല. മൂഡിലല്ല. ആ നമുക്ക് ഇനി പാട്ട് കൊണ്ട് വേണം ഇനി മോനെ മൂടാക്കാൻ അല്ലേ? അല്ലേ? ഓക്കെ നമുക്ക് റൗണ്ട്സ് നോക്കാം. Okay. റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോനെ? കോമിക് റൗണ്ട്. കോമിക് റൗണ്ട്. അല്ല കോമിക് റൗണ്ട് പറയുമ്പോഴേ അഞ്ജലി എനിക്കൊരു പാട്ട് അറിയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം മോനോട് ചോദിക്കാറുണ്ട്. കോമിക് റൗണ്ട് ആണ്. ഇന്ന് പെർഫോമൻസുമായി ബന്ധപ്പെട്ട് മോന്റെ കൂടെ അനിയൻ വരുമോ ഇല്ലയോ? അതെ, സ്പെഷ്യൽ അപ്പിയറൻസ് വല്ലതും ഉണ്ടോ? കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ പാട്ടിലും മൂപ്പരോട് വന്ന് പുതിയ സ്റ്റെപ്പ് ഇടാറുണ്ട്. ഇൻവിറ്റേഷൻ ഒന്നും ആവശ്യമില്ല, ആള് വന്നോളും. അപ്പൊ ഇന്ന് വരൂ ഇല്ലയോ? വരും. 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 ഈശ്വര. അപ്പൊ ഇന്നിവിടെ സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ള കാര്യം തീർച്ചയായും. പ്രതീക്ഷിക്കാം. അപ്പൊ പാട്ട് ഏതാണ്? പരിപ്പുവട പക്കുവട എന്ന് പറഞ്ഞു. പരിപ്പുവട പക്കോട പണ്ടത്തെ പാട്ടല്ലേ? ഷോ അതാണ് പാടാൻ പോണേ. അടിപൊളി. അടിപൊളി. അപ്പോ പരിപ്പുവട പക്കോട നമുക്ക് ശ്രീനന്ദിന്റെ വോയിസിലും ശ്രീനിധിയുടെ പെർഫോമൻസിലും നമുക്ക് കണ്ടാസ്വദിക്കാം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. All the best. ഓക്കെ. പരിപ്പുവട പക്കുവട. പരിപ്പുവട പക്കുവട. പരിപ്പുവട പക്കുവട. പരിപ്പുവട
ആണുങ്ങൾക്കും തിന്നാം ഏതു പെണ്ണുങ്ങൾക്കും തിന്നാം വിറ്റാമിൻ ഡി ഉണ്ട് ഓയുണ്ട് ജി ഉണ്ട് വിറ്റാമിൻ ഡി ഉണ്ട് ഓയുണ്ട് ജി ഉണ്ട് ഡോ നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട പരിപ്പുവട പക്കുവട പരിപ്പുവട പക്കുവട പരിപ്പുവട പക്കുവട കൊക്കുവട പപ്പടവട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട പരിപ്പുവട വട പരിപ്പുവട പക്കുവട പരിപ്പുവട പക്കുവട കൊക്കുവട പപ്പടവട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട ആകെ പരിപ്പുഴ അത്രയുള്ള മോൻ നല്ല പക്ക വട പോലെ പാടി. എന്താ പറയാനൊന്നുമില്ല, ഭയങ്കര രസമായിരുന്നു. ടക്കുമുക്ക് ടക്ക് താളോ അടി ടക്കുമുക്ക് ടക്ക് വേളോ ആ പിച്ചിക്ക് ചിയക്ക ചക്ക ടക്കുമുക്ക് ടക്ക്. ഭയങ്കര ഒരു പവർ ഹൗസ് പെർഫോമൻസ് ആയിരുന്നല്ലോ. താങ്ക് യു ചേട്ടാ. പട്ട അഭിഷേകം ദിനവും പട്ട കൊണ്ട് അഭിഷേകം. ഹലോ, ഞാൻ പിണക്കത്തില. അതെ, ഞാനും പിണക്കത്തില. ഞങ്ങൾക്ക് പരിപ്പോട കിട്ടിയില്ല. വിശക്കണു. പാട്ടൊക്കെ പാടി ഞങ്ങളെ വിശക്കും വിശപ്പ് വന്നിട്ട് പരിപ്പോട് തന്നും ചെയ്തില്ല. ഭയങ്കര പിണക്കാട്ടോ. ഉണ്ടോ? ഓ, ഞങ്ങൾക്ക് ഉണ്ട്. അത് കുഴപ്പമില്ല. എന്തായാലും പാട്ട് തകർത്തു. ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഒപ്പം മോന്റെ ഒപ്പം കളിച്ച ഹിരണ്യക്കും ഡാൻസേഴ്സിനും ഒരു വലിയ കൈയടി. ത്രൂ ഔട്ട് റോൾ ചെയ്ത് ഇവിടെ എന്തായാലും നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. സോ നമുക്ക് തുടങ്ങാം. മനോജ് ചേട്ടാ, ഈ ഒരു വിഷ്വൽ ട്രീറ്റിനെ കുറിച്ച് തുടങ്ങാം. ശ്രീനന്ദ് മോനെ ചക്രേ നല്ല ക്യൂട്ടായിട്ട് നല്ല സുന്ദരമായിട്ട് മോൻ പാടി. ആകെ പരിപ്പുഴ അത്രയുള്ള മോൻ നല്ല പക്ക വട പോലെ പാടി. കേട്ടാ, നന്നായി പാടി. അത് ആകെ മൊത്തം ടോട്ടലായിട്ട് പറയണമല്ലോ. നമ്മൾ ഈ പാട്ടിൻ്റെ ഒരു സൗന്ദര്യം എന്ന് അവരാ കൊറിയോഗ്രാഫേഴ്സ് അസലായിട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഡാഗിനിയുടെ രൂപത്തിൽ വന്ന ഭ്രാന്തി, അതും വളരെ നന്നായിരുന്നു. അത് നന്നായി പെർഫോം ചെയ്ത കുട്ടികളെ അസലായിട്ട്. സ്റ്റീഫൻ ഇവിടെ വന്നൊരു നോട്ടം നോക്കിയിട്ട് സ്റ്റീഫൻ ഇന്ന് രാത്രി ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സത്യം പറഞ്ഞ ഞാൻ പേടിച്ചു. ഞാൻ ഇവിടെ വരുന്ന പ്രതീക്ഷിച്ചില്ല. സ്റ്റീഫന് കിട്ടിയ പരിപ്പോടെ എടുത്തുകൊണ്ട് ഓടിക്കോളാൻ പറഞ്ഞു. വേണ്ട ആ കുട്ടി എടുത്തുകൊണ്ട് പോയി. ആ കുട്ടി നന്നായിരുന്നു, അസലായിരുന്നു. പിന്നെ ഇത്തരം പാട്ടുകളൊക്കെ ആ കാലത്താണ് അല്ലേ, ഈ കോമഡി ടച്ചുള്ള പാട്ടുകൾ ആ കാലത്താണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഒന്നും വരാറില്ല. പൊട്ടസദന ഇങ്ങനെ ചില കൊനസ്റ്റ് ശബ്ദത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ അല്ലേ. പട്ട അഭിഷേകം ദിനവും പട്ട കൊണ്ട് അഭിഷേകം, അങ്ങനെ പട്ട അല്ലേ, ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ ആ കാലം വീണ്ടും മോൻ ഇവിടെ കൊണ്ടു തന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അഞ്ജലി പറഞ്ഞ പോലെ വിശപ്പ് നല്ല ആസ്വാദിച്ചിട്ടിരിക്കുക. അപ്പോഴാണ് ഈ പരിപ്പൂടിയും പക്കാവടയും എല്ലാം കൂടെ വരുന്നത്. എന്തായാലും അത് വയറ് നിറഞ്ഞു, സന്തോഷമായി കേട്ടോ. കലക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനോജ് ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ, ഏയ് മോനെ, ഇതെന്താ ഇത് ഭയങ്കര വെറൈറ്റി ആണ്. 3/4 ഇട്ടിട്ടാണല്ലോ. ഞാൻ വെച്ചാൽ നീ റിഹേഴ്സലിൽ വന്ന് നിൽക്കുമെന്ന് ഈ പരിവ കണ്ടിട്ട്. ഒരു പെർഫോമൻസിന്റെ ഒരു ഇത് ഇട്ടിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായി. പിന്നെ പാട്ട് മനസ്സിലായപ്പോൾ മനസ്സിലായി കോമഡി, മൊത്തം കോമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, ആക്ച്വലി നമ്മുടെ മൂപ്പര ചെറിയ ആളുണ്ടല്ലോ, നമ്മുടെ വേന്ദ്രൻ. അതെന്താ പറയാ, ആളെ കണ്ടില്ല. മൂപ്പര ആക്ച്വലി എൻട്രി ഉണ്ടായിരുന്നു. കുറച്ച് ഉറക്കത്തിലായി പോയി പെട്ടെന്ന്. ഉറങ്ങിപ്പോയോ? ഇപ്പോഴും ഇങ്ങനെ ഇഞ്ചി കടിച്ച മാതിരി ഇരിക്കണ്ടല്ലോ. അതെ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മൂപ്പര ഇവിടെ വീണ്ടും അടുത്തൊരാളും കൂടി. എന്തായിരുന്നു അവൻ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു റോൾ? എന്തായിരുന്നു? ഡാൻസ് കളിക്കുക അതോ പരിപ്പോടെ തന്നെ? അതൊരു സ്പെഷ്യൽ സ്റ്റെപ്പാണ്. അതേ സ്ഥിരം ഡാൻസ് തന്നെ. ഇതല്ലേ ശ്രീനന്ദ്, അധികം ഒന്നും പറയാനില്ല. ആ പാട്ടിന്റെ ചാം കൊടുന്നു നന്നായിട്ട് കേട്ടോ. അതായിരുന്നു തന്നെ ആവശ്യം. ഇതിപ്പോ ചമ്മലോടുകൂടി പാടുക അല്ലെങ്കിൽ അവിടെ ഇൻഹിബിഷൻ വന്നാൽ പോയി. ആ വോയിസിലും നിന്റെ മുഖത്ത് അധികം എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ പാട്ടിൽ നീ അത് ഭയങ്കര ഒരു എനർജി കാണിച്ചു നമ്മുടെ അടുത്ത്. അത് നല്ല രസമുണ്ടായിരുന്നു. അത് ശ്രീനന്ദിന് നന്നായി ചെയ്യാൻ പറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സോ വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ് ട്ടോ.
അല്ലാതെ ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു പാട്ടും അല്ല. ഒരു വെരി ജോവിയൽ സോങ്, ഒരു നല്ല ഫൺ എലമെന്റ് ഉള്ള ഒരു സോങ് ആണ്. അത് നന്നായി പ്രൂവ് ചെയ്തു. താങ്ക് യു സോ മച്ച് ചക്കരെ. എല്ലാ 2 പാട്ടും കഴിഞ്ഞോ? അപ്പോൾ ഇനി ഒന്നും കൂടി ഉണ്ടോ? ആണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നല്ല കുട്ടിയായിട്ട് അടുത്ത റൗണ്ടിലൊക്കെ വരുമ്പോൾ നല്ല പാട്ടുകളൊക്കെ പഠിച്ചിട്ട് വാ. ഓക്കെ, ചേട്ടാ. താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ. വിജയ് ചേട്ടാ, അയ്യോ എന്തായിരുന്നു അത്? നീ ശരിക്കും പരിപ്പോടെ കഴിച്ചടാ? കഴിച്ചാ? വിശപ്പുണ്ടായിരുന്നോ നിനക്ക്? അവസാനം അവനൊരു ലൈൻ തെറ്റിയത് അതുകൊണ്ട് ആ പരിപ്പോടെ കണ്ടപ്പോൾ അത് നോക്കി നിൽക്കുക ഞാൻ. അതാണ് പരിപ്പ് വട ആണോടാ? അതുകൊണ്ടാണോ ലാസ്റ്റിലൊന്നും മിസ് ചെയ്തത്? തോന്നുന്നു. അനെ നന്നായിട്ട് പാടി വെച്ചു നീ. ആദ്യം കൂടെ ആ തുടക്കം തന്നെ ഒരു ഭയങ്കര ഒരു വൻ കയറ്റമായിരുന്നു. എന്താണ് പരിപ്പ് വട എന്നും പറഞ്ഞോണ്ട്. പിന്നെ മറ്റേ എനിക്കും സുജാതയ്ക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് പരിപ്പ് വട. അന്ന് പാടിക്കാൻ ഒരു പ്രാവശ്യം കൂടെ. പരിപ്പ് വട പക്കുവട. അതൊരു പ്രത്യേക ഒരു ടച്ച് ആണ്. എന്തായാലും അതൊരു ഭയങ്കര രസമായിരുന്നു. നീ അടിച്ചു പൊളിച്ചു, കലക്കി. ഓക്കെ, താങ്ക് യു വിജയ് ചേട്ടാ. സുജാത ചേച്ചി. മോനോ എന്താ പറയാനൊന്നുമില്ല, ഭയങ്കര രസമായിരുന്നു. അത് ഞാൻ പറയാൻ മറന്നുപോയി. ആക്ച്വലി ഈ ഷെഡ്യൂളിൽ വരുമ്പോൾ തന്നെ ആദ്യം തന്നെ പറയണമെന്ന് പറഞ്ഞാൽ മാവേലിക്കരയിലെ പ്രീതി ഹോസ്പിറ്റലിലെ ഫുൾ സ്റ്റാഫ് നമ്മുടെ ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും അവർ ഭയങ്കര ഫാൻസാണ്. എല്ലാ കുട്ടികൾക്കും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ശ്രീനന്ദിനോട് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു. അവരൊക്കെ സൂപ്പർ സ്റ്റാർ ജോ. താങ്ക് യു. അതെ, ഞങ്ങൾ സ്റ്റൈലാണ്. ഓ ഹായ് അവർക്ക് പറഞ്ഞല്ലേ? ഓ എന്താ വിചാരിച്ച? ഒന്നുകൂടി. അവൻ ഓൾറെഡി നേരിട്ട് അങ്ങോട്ട് ഹായ് പറഞ്ഞു. ഒന്നുകൂടി പറയൂ, കേക്കട്ടെ. ഒന്നുകൂടി. അവനറിയാം. ഓക്കെ, താങ്ക് യു ചേച്ചി. സോ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. വിജയ് ചേട്ടാ, എയ്റ്റ് on 10. യെസ്, സുജാത ചേച്ചി. On 10 again. So yes, Stephen Chetta with Manoj Chettan's mark. മനോജ് ചേട്ടന്റെ മാർക്കും കൂടെ ഇടട്ടെ? തീർച്ചയായും. So Srinath, total mark 24.5. Happy അല്ലേ? പിന്നില്ലാതെ ഒരു അടിപൊളി ഫൺ സോങ് ആയിരുന്നു. ജഡ്ജസ് ഒക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അടിപൊളി സോങ്സ് ആയിട്ട് ഇനിയും വരണം. ഓക്കെ, അപ്പോൾ വേഗം പോയിട്ട് ബാക്കിയുള്ള പരിപ്പോടെ 2 മാറ്റിയേക്കണേ ഞങ്ങൾക്ക്. വേഗം പോയിട്ട്. അപ്പോൾ all the best. All the best. So let's welcome our next contestant, Ritika. Ritika കുട്ടി. ഇവിടെ ആകെ ഫുൾ മാച്ചിങ് സംഭവങ്ങളൊക്കെ ആണല്ലോ. അത് കുറെ കളക്ട് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നു, ഓരോ കോസ്റ്റ്യൂമിനും ഓരോന്നായിട്ട് ഇടാൻ. ഇതൊക്കെ മോള് പർച്ചേസ് ചെയ്യുന്നതാണോ? അതെ. ഇതെവിടുന്നാ? കോഴിക്കോട് നിന്ന്. ഓ ശരി, നമുക്ക് റൗണ്ട്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. Fans and audience choice. Fans and audience. ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് അല്ലേ നമ്മൾക്ക്? അവരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? അതെ. അവർ വന്നിട്ടുണ്ടോ ഇവിടെ? ഉണ്ടോ? 2 ആൾക്കാർ വന്നിട്ടുണ്ട്. ഓഹോ, 2 പേര് നമ്മുടെ ഫാൻസ് റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പേര് പറയൂ. ജിജു. ഗോകുൽ. സോ ഗോകുൽ ആൻഡ് ജിജു പറയൂ, ഋതികയുടെ ഫാൻ ആവാനുള്ള കാരണം എന്താണ്? ഒരുപാട് സ്റ്റേജ് ഷോകളിൽ കണ്ടിട്ടുണ്ട്, ഫാൻസാണ്. പിന്നെ ഒരുപാട് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഋതിക കുട്ടി ഏത് പാട്ട് പാടണം എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്ത പാട്ട് ഏതാണ്? ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാണ്? സേതു എന്ന സിനിമയിലെ കാണാ കരിങ്കുയിലെ. ഓ നെക്സ്റ്റ് വീണ്ടും ഒരു ഇളയരാജ സോങ് ആണ്. സോ നമ്മുടെ ഫാൻസ് ഇവിടെ ഉണ്ട്, ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് പെർഫോമൻസ് തുടങ്ങണ്ടേ? അതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് ആവശ്യമാണ്. സോ അല്ലേ, സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി ബ്രേക്ക്. ഭയങ്കര ഒരു പവർ ഹൗസ് പെർഫോമൻസ് ആയിരുന്നല്ലോ. தென்றல் வந்து என்னை தொடும், ஆஹா சத்தம் இன்றி முத்தம் விடும், பகலே போய்விடு. വെൽക്കം ബാക്ക് ടു
സൂപ്പർ സ്റ്റാർ ജൂനിയർ. യെസ്, സോ ഋതിക കുട്ടി റെഡി അല്ലേ? Ready. സോ ഋതിക കുട്ടിയുടെ ഫാൻസ് ഇവിടെ ഉണ്ട്, ഋതിക കുട്ടിയുടെ ഓഡിയൻസ് ഉണ്ട്. അവരെയൊക്കെ ഹാപ്പി ആക്കി നന്നായി പാടിക്കോളൂ. ഓക്കെ. സോ ഫാൻസ് ഓഡിയൻസ് ചോയ്സ് റൗണ്ടിൽ സേതു എന്ന സിനിമയിലെ കാണാക്കരുങ്കുയിലെ അപ്പോൾ തകർക്കൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ഓക്കെ. ബെസ്റ്റ്. கருங்குயிலே கச்சேரிக்கு வரியா 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 வரணே வரணே அட உன்னெல்லட மடையா கண்மயங்கும் பாட்டு சொல்லி பாட்டு ஒன்று தரியா 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 மனசிலிடம் பிடிச்சா எலெக்ஷனில ஜெயிச்சா ஊரு சன மூக்கில விரல வைக்கும். ஹே டக்கு முக்கு டக்கு தாளம் அடி டக்கு முக்கு டக்கு மேளம் ஆ பிச்சி கிச்சி எங்க சக்க டக்கு முக்கு டக்கு மேளம் காண கருங்குயிலே கச்சேரிக்கு வரியா 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 கண்மயங்கும் பாட்டு சொல்லி பாட்டு ஒன்று தரியா 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 பொட்டும் வச்சு பூவும் வச்சு பொண்ணு ஒண்ணு போனா இல வட்டம் எல்லாம் கெட்டு மனம் சுத்தி வரும் தானா எலசுகளை தடுத்தா அது கேட்காது பழசுகளை திரும்பி அது பார்க்காது சேட்டையெல்லாம் செய்யறது சின்ன சின்ன பருவம் ஆட்சியெல்லாம் உங்களுக்கு கல்வியனும் செல்வம் காலம் இருக்குது வாயா இந்த மண்ணோட மன்னர்களே காண கருங்குயிலே கச்சேரிக்கு வரியா வரியா கண்மயங்கும் பாட்டு சொல்லி பாட்டு ஒன்று தரியா தரியா அந்தியில பந்தடிச்சு ஆடி விளையாடு நீ தந்தி உன்னை நெட்டிக்கிட்டு முந்தி வந்து பாரு பொழுதிருக்கும் போதே புகழ் தேடு இளமையது போனா திரும்பாது கல்லூரிக்குள் கண்டகனா நல்ல கனவாக கண்முழிச்சு தட்டதெல்லாம் நல்ல நனவாக காலம் இருக்குது வாயா இந்த மண்ணோடு மன்னர்களே காண கருங்குயிலே கச்சேரிக்கு வரியா வரியா கண்மயங்கும் பாட்டு சொல்லி பாட்டு ஒன்று தரியா தரியா
ஜெயிச்சா ஊரு சன மூக்கில விரல வைக்கும் ஹே டக்கு முக்கு டக்கு தாளம் அடி டக்கு முக்கு டக்கு மேளம் ஆஹா பிச்சு கிச்சி எக்கச்சக்க டக்கு முக்கு டக்கு மேளம் காண கரும்புயில கச்சேரிக்கு வரியா வரியா கண்மயங்கும் பாட்டு சொல்லி பாட்டு ஒன்று தரியா தரியா வரியா 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 ഇതിയെ കുട്ടി ശ്ശോ, നല്ല രസമുണ്ടായിരുന്നു, ചെറിയ ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു ചേച്ചി. ഒരു തിരുവിള കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ ഒരു അടിച്ചുപൊളി തകർത്തു. നമുക്ക് എന്തായാലും ചോദിക്കാം. സോ യെസ് സ്റ്റീഫൻ ചേട്ടാ, നമുക്ക് നമ്മുടെ ഫാൻസിന്റെ അടുത്ത് ചോദിക്കാം ഒരു സാറ്റിസ്ഫൈഡ് ആണോന്ന്. അതെ, തീർച്ചയായും. ഫാൻസിനാണല്ലോ നമുക്ക് ഫാൻസ് ഒക്കെ ഒരു വലിയൊരു സപ്പോർട്ടല്ലേ. തീർച്ചയായും തീർച്ചയായും. പറ മക്കളെ, തകർത്തു. തകർത്തു. നിങ്ങളെ കണ്ടിട്ടൊരു ഡാൻസർ ലുക്കൊക്കെ ഉണ്ടോ നിന്നെ കണ്ടിട്ട്? ആണോ? ആണോ? Dancer ആണോ? ആ അപ്പൊ ഈ എപ്പിസോഡിൽ ലാസ്റ്റ് ഒരു ഈ പാട്ടിട്ട് ഈ ട്രാക്ക് ഫസ്റ്റ് ഇൻട്രോ ഇട്ടിട്ട് ഒരു പൊരിവരിക്കോ ഓ ഋതികയുടെ കൂടെ? ഋതിക എന്തായാലും ഇവിടെ സ്റ്റെപ്പൊക്കെ തകർത്തു. റെഡിയാണ്. ഋതിക, എന്തോ ഞങ്ങളിങ്ങനെ ചിന്തിക്കണം എന്താന്ന്. കറക്റ്റ് അതേമാതിരി അങ്ങോട്ട് വടിമാരി അങ്ങോട്ട് പാടി കറക്റ്റ് ഫീല് പാടി. താങ്ക് യു. താങ്ക്സ് ചേട്ടാ. അപ്പോൾ മനസ്സിലാക്കി പഠിക്കാൻ പാട്ടിൽ പുസ്തകപ്പുഴെന്ന് മനസ്സിലായി. എന്താണ് അതിൻ്റെ ഒറിജിനൽ, അത് അങ്ങനെ ഒപ്പിയെടുത്ത് ആ ഫീൽ അതേമാതിരി കൊടുന്നു. നല്ല ക്വാളിറ്റിയാണ്. ദാറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി ഋതിക. ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പോൾ പുസ്തകപ്പുഴു എന്ന് പേരിടാം. കറക്റ്റ് പി പി അത് കൊള്ളാം. പി 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 ഋതിക. പി ആണ് ഞങ്ങളുടെ പി പി. കറക്റ്റ് വന്ന് നല്ല ഫോക്കിൻ്റെ ആ ഫീലും അതിൻ്റെ ചരണം എത്തുമ്പോൾ രണ്ട് ചരണങ്ങളും ഭയങ്കര ഒരു അത് രാജാ സാറിൻ്റെ കമ്പോസിങ് ആണ്. ആ ബീജിയം പല്ലവി അത്രയും ഭീകരതയിൽ വന്നിട്ട് ബീജം എത്തിയപ്പോൾ അദ്ദേഹം അങ്ങോട്ട് കൊടുന്ന് അങ്ങോട്ട് മിനുസപ്പെടുത്തി എന്ന് പറയാം. ആ പാട്ടിനെ മിനുസപ്പെടുത്തി നേരെ നല്ലൊരു ചരണം കൊണ്ടുവന്നു. ആ ഫീലും അതിൻ്റെ ടോണും അതിൻ്റെ ഡൈനാമിക്സും നല്ലായിരുന്നു ഋതിക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നേരെ പല്ലവിയിൽ വരുമ്പോൾ അത് ഹെവിയായി വന്നു. പിന്നെ സെക്കൻഡ് ചരണം ഇതേമാതിരി നല്ല സ്വീറ്റായിട്ട് ചെയ്തു. എനിവേ ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ചേട്ടാ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ചേട്ടാ. ടേക്ക് കെയർ. താങ്ക് യു. താങ്ക് യു ചേട്ടാ. വിജയ് ചേട്ടാ. ഋതിക, എന്തോ ഭയങ്കര ഒരു പവർ ഹൗസ് പെർഫോമൻസ് ആയിരുന്നല്ലോ. താങ്ക് യു ചേട്ടാ. ആ ഒരു ടോണും ആ ഒരു തുടക്കമൊക്കെ തന്നെ ആ ഒരു പക്ക ഒരു കുത്തുപാട്ട് ലൈനിൽ ആ എന്നിട്ട് ഡാൻസും ചെയ്തു. ഭയങ്കരമായിരുന്നു, നല്ലായിരുന്നു. ചുമ്മാ യു ഡൂയിങ് എക്സാക്ട്ലി അവർ പറഞ്ഞു തന്നത് കറക്റ്റായിട്ട് ചെയ്തു, കറക്റ്റായിട്ട് പിന്നെ വന്നും പാടി. ആൻഡ് നല്ല എനർജി ഉണ്ടായിരുന്നു. ഇറ്റ്സ് വെരി നൈസ്, വെരി ക്യൂട്ട് ആൻഡ് വെരി പവർഫുൾ ഓൾസോ. സൂപ്പർ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. മനോജ് ചേട്ടാ. ഋതിക മോളെ, എന്തോ ഗുണ്ടുമണി താങ്ക് യു ചേട്ടാ. അങ്ങനെ വിളിച്ച വിഷമമുണ്ടോ? ഇല്ലല്ല. നല്ല മോളെ, ഇങ്ങനെ ക്യൂട്ടായിട്ടിരിക്കണം. കുട്ടികളാകുമ്പോൾ ഇച്ചിരി തടിയൊക്കെ വേണം. അതുകൊണ്ട് തന്നെ മോള് ഡാൻസ് ചെയ്തപ്പോൾ ഭയങ്കര രസമായിരുന്നു കാണാൻ കേട്ടോ. ഈ സൂപ്പർ സ്റ്റാർ ജൂനിയർ തീരുന്നവരെ ഇങ്ങനെ ഇരിക്കണം ഞങ്ങൾക്ക് കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ മാറിക്കോ, ഡയറ്റ് ചെയ്ത് കുറച്ചോ കേട്ടോ. മോൾ അസലായിട്ട് പാടി. ആ ഫോക്ക് സോങ് രാജാ സാറിൻ്റെ ഒരു ഉഗ്രൻ എന്താ പറഞ്ഞാൽ റൊമാൻറ്റിക് സോങ് കഴിഞ്ഞ് വീണ്ടും ഒരു പക്ക ഫോക്ക് സോങ്ങിലേക്ക് വന്നപ്പം നമുക്ക് വീണ്ടും വീണ്ടും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയല്ലേ അല്ലേ? ഭയങ്കര ഗിഫ്റ്റ് തന്നല്ലേ മോൾ ആ പാട്ട് സെറ്റ് ചൂസ് ചെയ്ത്. താങ്ക് യു. ആ കറക്റ്റ് ആ വറിയാ 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 ആ കറക്റ്റ് ആ ത്രോ ഒക്കെ ഉണ്ടല്ലോ, നല്ല തനി ഫോക്കിൻ്റെ ആ കറക്റ്റായിട്ട് മോള് പാടി. അതിനകത്തൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ലെവലേഷൻ പോലും മടിയോ ഇതൊന്നും കാണിക്കാതെ നല്ല രസമായിട്ട് വന്നു, നല്ല ത്രോ ആയിട്ട് വന്നു കേട്ടോ. നന്നായി പാടി. എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് ഈ സിനിമ സേതു അല്ലേ, സേതു സിനിമ. വിക്രം എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഏറ്റവും ഗ്രേറ്റ് ആക്ടറുടെ ഏറ്റവും ആദ്യത്തെ ബ്രേക്കാണ്. അദ്ദേഹം ആദ്യം 90-ൽ സിനിമ ചെയ്തിട്ട് പിന്നെ സിനിമകളില്ലാതായി. ആ പടം ഫെയിലിയർ ആയിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ സേതു ഷൂട്ട് ചെയ്തു. ഇതും അൺലക്കിയായിട്ട് 3-4 വർഷത്തോളം പെട്ടിയിലിരുന്ന് അവസാനം ആരും എടുക്കാനില്ലാതെ ആരോ ഒരാളെടുത്ത് റിലീസ് ചെയ്തു. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. അതിലെ പാട്ടാണ്. അന്ന് മുതൽ ഇന്ന് വരെ വിക്രമിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് എവിടെയോ നിൽക്കുന്നു വിക്രം അല്ലേ? വിക്രമും മനോജും കൂടെ ഒരു ഉഗ്രൻ സിനിമയുണ്ടല്ലോ തമിഴില്, സൂപ്പർ ഹിറ്റ് ധൂൾ. എന്റെ അമ്മ അതിലെന്ത് റോളാ. ധൂൾ നല്ല വേഷമായിരുന്നു. എനിക്ക് തമിഴിൽ വലിയൊരു ബ്രേക്ക് കിട്ടിയ സിനിമയാണ് ധൂൾ. ഞാൻ ആദ്യം ദളപതിയിൽ ചെയ്തിരുന്നു 91-ൽ രജനീകാന്ത്. അത് പറയേണ്ട ആവശ്യമില്ല, അത് മറക്കാനേ പറ്റില്ല. അത് മറക്കാൻ. അതിനുശേഷം മലയാളത്തിൽ സർഗമൊക്കെ വന്ന് ബിസി ആയി കഴിഞ്ഞപ്പം പിന്നെ തമിഴിലേക്ക് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇത് 2002-ൽ ഇങ്ങനെ ഒരു അവസരം വന്നു. ധൂൾ. ധരണി ആയിരുന്നു ഡയറക്ടർ. വിക്രമാണ് ഹീറോ. റീമാസൻ അവരൊക്കെ ആയിരുന്നു.
അപ്പോൾ അന്ന് എനിക്കൊന്ന് അതിന് മുമ്പ് എനിക്കറിയാം 90s വിക്രം ഈ ബട്ടർഫ്ലൈസ് എന്നുള്ള ആദ്യ സിനിമ കഴിഞ്ഞ് ഒരു ഫ്ലോപ്പ് അവസ്ഥയാണ്. ആ സമയത്ത് ഞാൻ കോടമ്പാക്കത്ത് ഞാൻ ഇവിടുന്ന് മലയാളം പടം ഡബ് ചെയ്യാൻ അന്നൊക്കെ ഡബിങ് ചെന്നൈയിലല്ലേ, അപ്പോൾ പെരുന്തച്ഛൻ്റെ ഡബിങ് ആ സമയത്ത് ഒരു ഡബിങ്ങിന് ചെന്നപ്പോൾ ആ കോടമ്പാക്കം ബ്രിഡ്ജിൻ്റെ അടുത്തൊരു ബൂത്തുണ്ട് ചേച്ചി, നമ്മുടെ റൈറ്റിലേക്ക് പ്രതാപ് പ്ലാസയ്ക്കില്ലേ അവിടെ ഒരു ബൂത്തുണ്ട്. അവിടെ കയറി അന്ന് ബൂത്തിൽ കയറി വിളിക്കണം, വേറെ മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പോൾ വീട്ടിലേക്ക് വിളിക്കാൻ കയറുമ്പോൾ മിക്കവാറും വിക്രം അവിടെ ഒരു ബൈക്കിൽ വന്ന് നിൽക്കും, ക്യൂ. ഞാൻ ഇറങ്ങിയിട്ട് വേണം ഇദ്ദേഹം കയറാൻ, മിക്കവാറും കാണാറുണ്ട് അവിടെ വെച്ച്. അങ്ങനെ അവിടെ വെച്ചാണ് ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്മി പറഞ്ഞു, നിങ്ങൾ ആക്ടറല്ലേ മലയാളത്തിൽ? ഞാൻ കണ്ടിട്ടുണ്ട്, തമിഴ് ഒരു പടത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അന്നേ സൗഹൃദമുണ്ട്. പക്ഷേ ഈ ധൂള് വന്നപ്പോൾ ഭയങ്കര അടുപ്പമായി. അന്ന് എൻ്റെ വണ്ടിയിൽ ഒരു ദിവസം കയറിയിരുന്ന് പാട്ടുകൾ കേട്ടു വെറുതെ. അപ്പോൾ തമിഴ് പാട്ടാണ് വരുന്നത് മുഴുവൻ. അത് രാജാ സാറിൻ്റെ ഓരോന്ന് ഇങ്ങനെ സൂപ്പർ ഹിറ്റ്സ് മാത്രം. ദാസൻ്റെ தென்றல் வந்து என்னை தொடும் ஆஹா சத்தம் இன்றி முத்தம் வீடும் பகலே போய்விடு, ഈ പാട്ടൊക്കെയാണ്. പിന്നെ ഇതിനകത്തില്ലേ ശിവകുമാർ സാറിൻ്റെ പാട്ടുണ്ട്, എൻ കൺമണി എൻ കാതലി ഇളമാൻ കണി, ഈ പാട്ടൊക്കെ. അപ്പോൾ വിക്രം പറഞ്ഞു, ഈ മനോജ് നിങ്ങളുടെ എന്ത് കളക്ഷനാണ് തമിഴ് പാട്ട്, എൻ്റെ പോലും ഇത്രയും കളക്ഷനില്ല, പ്ലീസ് എനിക്ക് CD എല്ലാം തരുമോ, ഞാൻ കോപ്പി ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് 2-3 CD ഒക്കെ വിക്രം വന്ന് എടുത്തുകൊണ്ട് പോയി. അന്ന് മുതൽ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വേറെ സിനിമയൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. വളരെ സന്തോഷമുണ്ട്. വീണ്ടും മോള് അസലായി പാടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് മനോജ് ചേട്ടാ. സുജാത ചേച്ചി, ആദ്യം മനോജ് പറഞ്ഞ് നിർത്തിയ സ്ഥലത്ത് നിന്ന് ഞാൻ തുടങ്ങാണ്. ഈ ധൂൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലൊരു പാട്ടുണ്ട്, ഒരു ഉഗ്രം പാട്ടുണ്ട് ഭയങ്കര ഹിറ്റാണ്, സൂപ്പർ ഹിറ്റ് പാട്ടാണ്. വിദ്യാസാഗറിന്റെ മാജിക്, അത് ഈ പാട്ട് പോലെ ഇത് കോവൈ കമല അതില് പറവൈ മുനിയമ്മ വൈറ്റ് സീനിലാണ് തകർത്തിരിക്കുന്നത്. അതെങ്ങനെ തുടക്കം എങ്ങനെ പാട്ട് സിംഗം പോലെ ഫൈറ്റിലാണ് പാട്ട്, ക്ലൈമാക്സിൽ പാട്ട് പാടിക്കൊണ്ടാണ് പറന്നിടി. നമ്മളൊക്കെ എണീറ്റ് കൈയടിക്കുക, അത്ര എനർജി ആയിരുന്നു ആ പാട്ടൊക്കെ. എനിവേ മോളെ ഭയങ്കര രസമായിട്ട് പാടി. മോളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് വെച്ചാൽ ഇത് അടിപൊളി പാട്ടാണ്. നമ്മൾ ഉറക്കെ ഷൗട്ട് ചെയ്യാൻ ആ ഷൗട്ടിങ്ങിലും മോൾക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു. അതാണ് ആവശ്യം. ഇങ്ങനത്തെ പാട്ടുകൾക്ക് നമ്മൾ ഒരു ലെവല് വിട്ട് അലറിയ അത് കയ്യിൽ നിന്ന് വിട്ടുപോകും. പക്ഷെ അത്രയും വോയിസ് ഇങ്ങനെ നിൽക്കുകയും ചെയ്തിരുന്നു, പക്ഷെ കൺട്രോൾഡ് ആയിരുന്നു. എല്ലാം മോളുടെ കയ്യിലുണ്ടായിരുന്നു, ചൊൽപ്പടിയിൽ തന്നെ നിന്നു തൊണ്ട. ആൻഡ് അത് മോള് ഒരു ബുദ്ധിമതിയായ സിംഗറാണെന്നറിയാം. ചേട്ടൻ പറഞ്ഞ പോലെ പാട്ട് കറക്റ്റായിട്ട് എന്താ അവിടെ നോക്കണം, ആരാണ് പറഞ്ഞ ബുദ്ധിമതി അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർക്കൊരു സംശയം. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ എടുത്തവരെ ഋതിക ഇതുവരെ നല്ല സെലക്ഷനാണ് എല്ലാം പാടിയത്. ഋതികയ്ക്ക് പറ്റിയ പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. ഇനിയും ഇതുപോലെ നല്ല നല്ല സെലക്ഷൻസ് കൊണ്ടുവരാം കേട്ടാ. താങ്ക് യു ചേച്ചി. താങ്ക് യു. സോ ടൈം ഫോർ മാർക്സ് അല്ലേ വിജയ് ചേട്ടാ? സുജാത ചേച്ചി, ഐ തിങ്ക് ആ പാട്ടിന് ഫുൾ ജസ്റ്റിസ് അവൾ ചെയ്തു. സൂപ്പർ. അപ്പൊ ഇനി കൂടുതലൊന്നും ചിന്തിക്കണ്ട. പക്ഷെ ഇത്തവണ മാർക്ക് പിടിക്കുന്നു പറഞ്ഞിട്ടില്ലേ നമ്മള്? അത് കുഴപ്പമില്ല ചേച്ചി, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഒന്ന് ആലോചിക്കട്ടെ. ഓക്കേ, ആലോചിച്ചു. 8.5. So yes, ഇനി സ്റ്റീഫൻ ചേട്ടാ വിത്ത് മനോജ് ചേട്ടൻ സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. കോറിയോഗ്രാഫി മിക്സ് ഒക്കെ വന്ന് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രമാണിച്ച് ഇഷ്ടം കൊണ്ടും നല്ല മാർക്കായി അല്ലേ? നല്ല മാർക്കായി. ഇപ്പൊ ഋതിക കുട്ടി പോകുന്നതിന് മുമ്പ് നമുക്ക് ടോപ്പ് സ്കോറർ നമ്പർ ഫൈനൽ സെഗ്മെന്റ് ഉണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് വേറെ ചെറിയ ഗിഫ്റ്റ്. ആദ്യം ഫാൻസിന് രണ്ടുപേരും സ്റ്റേജിലേക്ക് വിളിക്കാൻ വരൂ. ജിജോ ആൻഡ് ഗോകുൽ.
ഫാൻ മൊമെന്റ് ആണ്. നിങ്ങൾ എവിടുന്നാ വരുന്നത്? തിരുവനന്തപുരം. അപ്പോൾ നിങ്ങൾക്കൊരു ഡാൻസ് നമുക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞോണ്ട്. അതെ, പുലികളെ ഒന്നത് ഇട്ട് നോക്കുക. തുടക്കം എന്താ നടക്കുക നോക്കാം. എന്നിട്ട് പല്ലവി ഒന്ന് പാടിക്കോ. கருங்குயிலே கச்சேரிக்கு வரியா 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 வரணே வரணே கண்மயங்கும் பாட்டு சொல்லி பாட்டு ஒண்ணு தரியா 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 மனசிலிடம் பிடிச்சா எலெக்ஷனில ஜெயிச்சா ஊரு சனமு கிள வரலவுக்கு ஹே டக்கு முக்கு டக்கு தாளோ அடி டக்கு முக்கு டக்கு வேணோ ஆஹா பிச்சி கிச்சி எக்க சக்க டக்கு முக்கு டக்கு வேணோ காண கருங்குயிலே கச்சேரிக்கு வரியா 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 கண்மயங்கும் பாட்டு சொல்லி பாட்டு ஒண்ணு தரியா 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 தரியா. ഇപ്പോഴാണ് മനസ്സിലായത് ഈ പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം കംപ്ലീറ്റ് പഠിച്ച് റെഡി ആയി വന്നിരിക്കുകയാണല്ലേ. സെറ്റാക്കി കളിച്ചിട്ടുണ്ടോ? മുമ്പ് കളിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കളിച്ചിട്ടുണ്ടോ ഈ പാട്ട്? അല്ല, ഈ പാട്ട് എവിടെയെങ്കിലും കളിച്ചിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് സപ്പോർട്ടിങ് ഋതിക. താങ്ക് യു സോ മച്ച്. അപ്പൊ ഋതിക കുട്ടി ഇവിടെ നിൽക്കാൻ പറഞ്ഞ എന്തുകൊണ്ട് അറിയോ? അതെ, മോൾക്കൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടി. ഇനി ഒരു ഗിഫ്റ്റും കൂടി കിട്ടാൻ പറ്റുമോ ആലോചിക്കാൻ വേണ്ട. എന്തിനറിയോ? ഓ എല്ലാം ഇവിടെ അറിഞ്ഞ് പഠിച്ച് വെച്ചിരിക്കുക. അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ആ ഗിഫ്റ്റ് മോൾക്ക് തരാൻ വേണ്ടി നമുക്ക് മനോജേട്ടനെ വിളിക്കാം. മനോജേട്ടാ പ്ലീസ് ഓൺ സ്റ്റേജ്. காண கருங்குயிலே கச்சேரிக்கு வரியா 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 கண்மயங்கும் பாட்டு சொல்லி பாட்டு ஒண்ணு தரியா 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 தரியா. இளைய நிலா பொழிகிறதே இதயம் வரே நனைகிறதே உழப்போரும் மேகம் கல காடுதே. താങ്ക് യു സോ മച്ച് ഒരു തലപ്പാട്ട് കൊണ്ടതിന്. ആളുമാ ഡോളുമാ ആടിക്കോ ഡോളിക്കോ അല്ല അല്ല, ഇസാ ലക്കടി മാളുമാ. അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെ ആവാം. ഈ പാട്ട് സ്റ്റീഫൻ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഒരു ഇത്ര സച്ച് എ പവർഫുൾ സോങ് അല്ലേ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എൻ്റെ ജീവിതത്തിൽ ഒരു 10 പാട്ട് എന്ന് പറഞ്ഞാൽ ഈ പാട്ട് അതിലുണ്ട്. കടലിൻ കുട്ടികളക്കര മുത്തു കണക്കൊരു കൊച്ചു കിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലപില കൂട്ടണ താളത്തുമ്പികളായി വിളി പറയ ചെണ്ടകളറിത്തരികിട മേളമടിച്ചു മുഴക്കുന്നേ ചാകര വന്ന കടക്ക് മണപ്പുറമാകത്തരികിട തിമൃതത്തൈ. സുജാത സാരീസ്, ഡിസൈൻ ബൈ സ്റ്റൈൽ സാരീസ്, സ്പെൻസർ ജംഗ്ഷൻ, പാളയം, ട്രിവാൻഡ്രം.